ഹായ് എവരി വൺ. ഇത് കുറച്ച് തിരിച്ചറിവിലൂടെയൊക്കെ പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഒരു 4:30 മണിയായുണ്ട്. മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുണ്ണി ഞങ്ങളോട് എണീച്ചേ. കൊച്ചുണ്ണിക്ക് 6 മണിക്ക് പോകണമെങ്കിൽ ഞാൻ ഈ സമയത്ത് എണീച്ച് പണിയെടുക്കണേ. അപ്പം ഇന്നലെ എനിക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ടോ, ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും മോണിറ്റൈസ്ഡ് ആവില്ല എന്നുള്ളത്. കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും നടക്കുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ 8,000 വാച്ച് അവേഴ്സ് ഒന്നും എന്തായാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പം ഞാൻ ഓർത്ത് വെറുതെ എന്തെങ്കിലും സാധനം ഫാസ്റ്റായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സാധനങ്ങൾ, പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഷെയർ ആക്കാമെന്ന്. ഒരു 10 പേര് കണ്ടാൽ അവർക്ക് കണക്റ്റ് ആവുക, അല്ലെങ്കിൽ അവർക്ക് ട്രൈ ആക്കാൻ തോന്നുന്ന റെസിപ്പീസൊക്കെ ആണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി സ്റ്റൂ ആണ്. അതിന് ബ്രോക്കോളി ഒരു പകുതി എടുത്തിന് കേട്ടോ, ഇഞ്ചി, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ഒരു ഹാൻഡ്ഫുൾ ഓഫ് കോണും പച്ചമുളക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഒരു വിസിൽ ഞാൻ അടുപ്പിക്കുക. എനിക്കിവിടെ തേങ്ങയ്ക്കൊക്കെ നല്ല ക്ഷാമമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാലില്ലേ, പാലെടുക്കും, പിന്നെ അതിൽ വെന്ത ഒരു പൊട്ടാറ്റോസ് കുറച്ചെടുക്കും, എന്നിട്ട് കാഷ്യൂവും കുരുമുളകും ഇട്ടിട്ട് അങ്ങ് അടിക്കുകയും. ഈ അരപ്പിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ട്രൈ ആക്കി നോക്കണേ. പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ നമ്മൾ സ്ഥിരം സ്റ്റൂ ഉള്ള പോലെ തന്നെ, ഗരം മസാല ഇടും, പിന്നെ താളിപ്പ്, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു കാര്യം പറയാമെന്ന്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. അമ്മമ്മയുടെ ചേച്ചി ഉണ്ടായിന്, അമ്മിഞ്ഞമ്മമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം എൻ്റെ അനിയനുള്ളതുകൊണ്ട് തന്നെ ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ വീട്ടിലെ കലാപരിപാടി വേറെ ഉണ്ടാവില്ലേ, അങ്ങനെ ഓരോ നല്ല ബിസിയൊക്കെ ആയിരുന്നു. വീട്ടിലൊന്നുകിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കളിക്കാൻ വരും, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് ഞാൻ പോവും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പം 4-5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയപ്പം കളിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തൊരു എൻ്റെ കൂടെ കളിക്കുന്ന ഒരു ചെക്കൻ, എന്നേക്കാളും ഒരു ഇച്ചിരി വയസ്സ് മൂപ്പേ ഉള്ളൂ കേട്ടോ ആൾക്ക്. ഓൻ്റെ ഒരു സാധനം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് നോക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ആക്ച്വലി അന്തം വിട്ടു കേട്ടോ. അന്നേരം പിറ്റേന്ന് ഇതുപോലെ തന്നെ കളിക്കുന്ന സമയത്ത് അവൻ കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ കാണിച്ചു തന്നു പറഞ്ഞേ. അപ്പോൾ ശരിക്കും എനിക്ക് മോശമല്ലേ ഇതെന്ന് തോന്നി. എന്നിട്ട് ഞാൻ അന്നപ്പെടുന്ന എൻ്റെ ഒപ്പം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേഗം കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് വീട്ടിലേക്ക് ഓടി വന്നേ. അപ്പം അന്നപ്പോൾ എനിക്ക് എന്താ പറയുക, അത് അബ്യൂസാണെന്നോ അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട കാര്യമാണെന്നോ ഒന്നും തിരിച്ചറിയാനായിട്ടില്ലല്ലോ. ഇപ്പം കുറേ കാലം ഇങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പം എനിക്ക് ശരിക്കും അവൻ ചെയ്ത ഒരു തെറ്റിനേക്കാളേറെ ഉണ്ടല്ലോ, അവൻ്റെ ചെറിയ പ്രായമാണ് അത് ഓർക്കണേ. അവൻ എങ്ങനെ അത് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത്. ശരിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവുക ഓൻ്റെ പാരൻസിനല്ലേ. ഓനെന്തെങ്കിലും കാണാൻ പാടില്ലാത്ത സാധനം കണ്ടുകൊണ്ടല്ലേ. ആ ഒരു ചെറിയ പ്രായം, ഇപ്പോൾ ചുണ്ണീൻ്റെയൊക്കെ പ്രായം അതിലോട്ട് വരുന്നതാണ്. ആ ഒരു സമയത്തൊക്കെ ഇത് അറിയണത്. ഇപ്പം ഞാനൊരു പാരൻ്റ് ആകുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ, നമ്മളെ മക്കൾ എപ്പോഴാണ് കേടായി പോവുക, എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. നിങ്ങളും പാരൻസൊക്കെ ആയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചുണ്ണി പോയി കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ സെക്കൻഡ് മോർണിംഗ് റൂട്ടീൻ തുടങ്ങുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും പ്രജേട്ടൻ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കടുപ്പുള്ള ചായ വേണമെന്ന് പറഞ്ഞേ. ഈ ചായ ഞാൻ വയനാട്ടിലെ ഒരു ചായക്കാരൻ പറഞ്ഞു തന്നേ. നല്ല സൂപ്പർ റെസിപ്പി കേട്ടോ. നമുക്ക് എത്ര ചായ വേണോ അതിൻ്റെ പകുതി പാലും പകുതി വെള്ളമാണ് എടുക്കുക. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ, ഞാൻ ഇഞ്ചിയും പിന്നെ ഏലക്കായും ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഏലക്കായാണ് ഇടുന്നത്. എന്നിട്ട് ചായ വെക്കില്ലേ, എന്നിട്ട് നമുക്ക് വേണ്ടതിൻ്റെ പകുതി, ഞാനിപ്പം 1 ടീസ്പൂൺ പൊടി ഫസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് തിളച്ച് വരില്ലേ, അന്നേരം ആണ് ഞാൻ 1.5 ടീസ്പൂൺ കൂടി ഇടുന്നത് കേട്ടോ. എന്നിട്ട് പഞ്ചസാര എപ്പോഴും ഇട്ടില്ല കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് ആ പഞ്ചസാര ഇടുക. ഇങ്ങനെ ചായ വെക്കുമ്പോണ്ടല്ലോ ഈ ചായേൻ്റെ ഒരു കടുപ്പും അതിൻ്റെ ഒരു ഫ്ലേവർ, എന്താ പറയുക, ആ ഒരു എസൻസൊക്കെ ഇല്ലേ, ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. ചായ പ്രേമികളൊക്കെ എന്തായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത്രയും കേട്ടിരുന്നതിന് താങ്ക് യു ഉണ്ട് കേട്ടോ.